ഇതിപ്പോൾ ഞാൻ ചെമ്പാരി കുക്ക് ചെയ്യാൻ ഇട്ടേക്കുവാ. ഞാൻ അതിൻ്റെ മാക്സിമം ലെവൽ ഇവിടെയാണ്. അപ്പോൾ 2 നാഴി അരി ഞാൻ കഴുകി അതിന് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഓക്കെ പ്രഷർ കുക്കാണ് ഞാൻ ചെയ്യുന്നത്. സോട്ടെ മോഡാണെങ്കിൽ ജസ്റ്റ് സോട്ടെ മോഡ് ഇടുക. അപ്പോൾ 30 മിനിറ്റ്സ് കാണിക്കുന്നത്. 30 മിനിറ്റ്സ് ഇത് നോർമൽ ഇതിൽ സെറ്റ് ആവും. മനസ്സിലായില്ലേ? എനിക്കത് വേണ്ട, ഞാൻ ക്യാൻസൽ ചെയ്യുവാന്നു. പ്രഷർ കുക്ക് ഇപ്പോൾ ഞാൻ നോർമലി രാത്രിയാണ് ഇത് ചെയ്യുന്നത്. ഇന്നിപ്പം എനിക്ക് പയ്യ മതി എന്നുള്ളതുകൊണ്ട് ഞാനിപ്പം ഉണ്ടാക്കുക. അല്ല, രാത്രിയാണ് ഇടുന്നതെങ്കിൽ പ്രഷർ കുക്ക് 6 മിനിറ്റ്സ് ഹൈ പ്രഷറിൽ. ഓക്കെ, ഹൈ പ്രഷറിൽ 6 മിനിറ്റ്സ്. എനിക്ക് കീപ്പ് വാം വേണ്ട. എന്നിട്ട് ഡിലേ സ്റ്റാർട്ട് ഞാൻ കൊടുക്കും. സോ 6 മിനിറ്റ്സ് ആണ്, 6 ഹവേഴ്സാണ് ഈ കാണിക്കുന്നത്. നമുക്ക് എത്ര മുന്നേ, അതായത് ഇപ്പോൾ ഒരു 6 മണിക്കൂറിന് ശേഷം മതിയെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്കത് കൂട്ടും കുറയ്ക്കാൻ ചെയ്യാം. ഇതിൽ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മിനിറ്റ്സ് മാറ്റാം. ഓക്കെ, എന്നിട്ട് സെറ്റ് ചെയ്ത് പിന്നെ ചുമ്മാ അങ്ങ് വിട്ടേച്ചാൽ മതി, ഇത് സെറ്റ് ആയിക്കോളും. അപ്പം എനിക്കതും വേണ്ട, എനിക്കിപ്പം പ്രഷർ കുക്ക് ചെയ്യണം. സോ പ്രഷർ കുക്ക് ഓൺ, വാം ഞാൻ ഓഫ് ആക്കുവാന്നു. പിന്നെ എനിക്ക് മിനിറ്റ്സ് കൂട്ടോ കുറയ്ക്കോ ചെയ്യാം. ഇപ്പോഴത്തെ എൻ്റെ അരിയുടെ ഇതനുസരിച്ച് 6 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ്, കുറച്ചും കൂടെ വേവ് ഉണ്ടെങ്കിൽ ഒരു 8 മിനിറ്റ്, അത്രേ ഉള്ളൂ. തീർന്നു. ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ഇതോടെ നമ്മൾ ഇനി ഇവിടെ നിന്ന് പോകാം. ഇത് കറക്റ്റായിട്ട് സെറ്റായി എല്ലാം ഓക്കെ ആയിട്ടിരിക്കും. ജസ്റ്റ് ഒരു തിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ഇതെന്ന് പറഞ്ഞാൽ പ്രഷർ റിലീസായിട്ട് ഇരിക്കുവാണ്. അങ്ങനെ ആക്കരുത്. ഇത് സീൽ ചെയ്ത് വെച്ചേക്കണം, സീലിംഗ് മോഡിൽ ഇരിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഇനി നമ്മൾ നോക്കണ്ട, ഇതെല്ലാം സെറ്റായിട്ടിരിക്കും. വെള്ളത്തോടെ ആയിരിക്കും ഇരിക്കുന്നത്. നമ്മൾ നോർമലി പ്രഷർ കുക്കറിൽ യൂസ് ചെയ്യുന്ന പോലെ വെള്ളം എടുത്ത് ഊറ്റുക, ചോറായി കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ ഇരിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വെള്ളം അബ്സോർബ് ചെയ്ത് അത് പിന്നെയും കുഴഞ്ഞു പോകാനുള്ള ചാൻസ് അങ്ങനെയൊന്നുമില്ല. ഒത്തിരി നമ്മളിപ്പം ഇപ്പോൾ ഓണാക്കി വെച്ച് ഇതിൻ്റെ സെക്ഷനും കഴിഞ്ഞ് ഞാൻ ചിലപ്പം ഇപ്പോൾ ഇത് 10 മണിയാണ്, അപ്പം ഞാനിതിപ്പോൾ 1 മണി 2 മണിക്ക് എടുക്കുകയാണെങ്കിലും അത്രയും കുഴഞ്ഞു പോകത്തൊന്നുമില്ല. ആ അവസ്ഥയിലിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കുക്ക് ചെയ്യാനിട്ടേച്ച് വരുന്നത് ഒരു 4 മണിക്കൂറിന് ശേഷമാണ്. അതായത് വൺസ് കുക്കായി ഞാൻ തുറന്നില്ല, 4 മണിക്കൂറിന് ശേഷമാണ് ഞാൻ തുറക്കുന്നത്. പിച്ചിരി കുഴഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ നോർമലി ഇങ്ങനല്ല കാണുന്നത്, വെള്ളത്തോടെ ആയിരിക്കും കാണുന്നത്. ഇതിപ്പം വെള്ളമൊക്കെ വറ്റിയ പോലെയാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഊറ്റിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ, പശപ്പ് മാറാനായിട്ട്. അല്ലെങ്കിൽ നോർമലി വെള്ളം മേളിൽ കാണും. ഇത്രയൊന്നും ചോറ് വെന്തിങ്ങി വരത്തില്ല കേട്ടോ. എങ്കിലും ഇതിപ്പോൾ കുഴഞ്ഞു പോയ അവസ്ഥയൊന്നും അല്ല, കഴിക്കാൻ പറ്റുന്ന പാകം തന്നെയാണ്.